ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പപ്പടക്കറി ഉണ്ടാക്കാം. പപ്പടക്കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യ സാധനങ്ങൾ: പപ്പടം വേണം, പിന്നെ ഒരു 3-4 സവാള വേണം, 2-3 പച്ചമുളക്, ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു അല്ലി ഇഞ്ചി, ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മുട്ടയാണ്. മുട്ട ഞാനിവിടെ അടുപ്പിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് ഈ സവാള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ആദ്യമായി ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ മുമ്പേ കാണിച്ച സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മൾ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കിത് കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിനി അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരണ്ട് പോയിട്ട് അപ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. മൊബൈൽ വെട്ടത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 4-5 പപ്പടമാണ് എടുത്തത്. അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഇട്ടാണ് വറുത്തെടുത്തത്. ആ വറുത്ത് വെച്ച പപ്പടം അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇവിടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് അരപ്പൊന്ന് ചേരണം. നമുക്ക് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ സ്വാദിഷ്ടമായ പപ്പടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.